മിന്നി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിന്ന രതീഷ്. മിന്ന എന്നുള്ളത് എൻ്റെ പേരാണ്, അതുകൊണ്ടാണ് ഞാൻ മിന്നി ഇട്ടിരിക്കുന്നത് എൻ്റെ ബ്ലോഗിന്. ഞങ്ങൾ താമസിക്കുന്ന എറണാകുളം ജില്ലയിലെ കാലടി എന്ന സ്ഥലത്താണ്. ഇത് കാലടിയിലെ സ്തൂപം. നമ്മൾ ശങ്കരാചാര്യ സ്വാമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. ഇതാണ് സ്വാമിയുടെ ജന്മക്ഷേത്രം. സ്വാമി കാലടിയിലാണ് ജനിച്ചത്. ഇതാണ് സ്തൂപം. പലരും ഇത് കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒന്നാണ് സ്തൂപം. ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ കാണിച്ചു തരാം. ഇത് കാലടി ടൗണാണ്. ചെറിയ ടൗണാണ്, വലിയ ടൗണൊന്നും അല്ല അത്രയ്ക്ക്. നമ്മൾ കാലടി എയർപോർട്ടിലോട്ട് പോകുമ്പം നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് കാലടി. പക്ഷേ അതുപോലെ ഇതാണ് ക്ഷേത്രം. അതുപോലെ വലിയ ടൗണല്ല, നല്ല ബ്ലോക്കിൻ്റെ ഏരിയ കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ബ്ലോക്കാണ്. അതെവിടെ ചെന്നാലും എല്ലാവരും പറയും നല്ല ബ്ലോക്കാണ്, അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം. എയർപോർട്ടിൽ പോകേണ്ടവർക്കും ഭയങ്കര താമസമാണ്. ഇപ്പം നമ്മൾ കാലടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പാടത്തെക്കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ സ്വന്തം നാട് കോട്ടയമാണ്, അതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കൂടും കേട്ടോ. എനിക്ക് സ്പീഡ് കുറച്ച് സംസാരിക്കാൻ അറിയില്ല. ഓൾറെഡി ഞാൻ നല്ല സ്പീഡാണ്. ഫുൾ ലാംഗ്വേജ് ഞങ്ങളുടെ കോട്ടയംകാരുടെ ഇച്ചിരി സ്പീഡ് കൂടും. എറണാകുളംകാരുടെ ഭാഷയാണെങ്കിൽ ഒരു ഇച്ചിരി എന്താ പറയുക, നമ്മൾ ഒരു ഒതുക്കമുണ്ട്. കൂടുതലും അവരുടെ സംസാര രീതി ഇട്ട ഇഞ്ഞ ഇങ്ങനെയൊക്കെ ലാസ്റ്റ് ഒരു അക്ഷരം പറയും. ഞാൻ വരും ഇട്ട പോവാട്ട അങ്ങനെയൊക്കെയുള്ള സംസാരം വരും. ഞങ്ങളെ കോട്ടയം ഭാഷ ഇച്ചിരി ലോങ് ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് എനിക്കില്ല. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഈ ശങ്കരാചാര്യൻ്റെ സ്തൂപം കാണിക്കാൻ ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് പോയപ്പം ഒന്ന് ഇറങ്ങിയതാണ്. ഇനി നമുക്ക് നമ്മുടെ പാടത്തെക്കുറിച്ച് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ കാലടി ടൗണിൻ്റെ നടുക്കുവശം. ഒരു 4 റോഡാണ് മെയിനായിട്ട് പോകുന്നത് ഈ ഭാഗത്തേക്ക്. ഇവിടെയാണ് എയർപോർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലും യാത്ര പോകാൻ ബുദ്ധിമുട്ട് വരുന്നെന്ന് പറയുന്നത്. ഭയങ്കര ബ്ലോക്കായിരിക്കും, നല്ല തിരക്കും നല്ല ബ്ലോക്കും ആയിരിക്കും ഇവിടെ ഈ ഭാഗങ്ങളിൽ. നമ്മുടെ കാലടി ടൗണിൽ നിന്ന് ഒരു 200 മീറ്റർ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശങ്കരാചാര്യൻ്റെ കോളേജ്, യൂണിവേഴ്സിറ്റി. ഇതാണ് നമ്മുടെ പുളിയേലിപ്പടി. നല്ല പാടമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. മൊത്തം ഫുൾ ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ സ്ഥലമാണ് പുളിയേലിപ്പടി. കാലടി ടൗണിൽ നിന്ന് ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് വരണം കേട്ടോ. ഫുൾ പാടമാണ്. ഈ പാടത്തിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിലായിട്ട് ഒരു തുറ എന്നൊരു ചെറിയൊരു ഭാഗമുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു സൈഡിൽ പാടം, മറു സൈഡിൽ ഒരു ചെറിയ തെങ്ങും തോപ്പും ചെറിയൊരു കുഞ്ഞു പാടവും. നമുക്കിനി തുറയുടെ ഭാഗത്തെടുക്കാം കേട്ടോ. നല്ല വെയിലുള്ള സമയമാണ്, നിങ്ങളെ കാണിക്കാൻ മാത്രം ഞാൻ ഇന്ന് ഈ ലോങ് വീഡിയോ ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് തുറയുടെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ തുറയുടെ ഭാഗത്തേക്ക് എടുത്ത് കേട്ടോ. ഇതാണ് തുറയുടെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡ് വരെ ഇതുപോലെ ചുറ്റി കമ്പി കെട്ടിയിരിക്കുകയാണ്. ഫുള്ളത് ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇത് നമ്മുടെ തുറ. ഇത് മാണിക്യമംഗലം എന്ന സ്ഥലത്താണ് ഈ തുറയുടെ ഏറ്റവും അറ്റം കിടക്കുന്നത്. ഇത് നമ്മുടെ അവസാന ഭാഗമാണ് ഈ തുറ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കാണിച്ചത് കേട്ടോ. അതോടെ ബ്ലോഗ് ഞാൻ നിർത്തുവാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു സൈഡിൽ വാഴയുടെ വാഴത്തോട്ടം. ഇത് ഫുൾ വാഴത്തോട്ടം കേട്ടോ, മുഴുവൻ വാഴത്തോട്ടമാണ്. ഇപ്പുറത്തെ സൈഡിൽ തെങ്ങിൻ തോട്ടം. ഈ 2 സ്ഥലങ്ങളുടെ ഇടയ്ക്കൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. വീട് ഇതേ അടുത്ത് കേട്ടോ. ആ കാണുന്ന ഒരു വെള്ള വീട് കണ്ടോ, അതിൻ്റെ സൈഡിൽ നിന്ന്
നമ്മൾ ഇടത്തോട്ട് തിരിയണം. ഇതേ നമ്മുടെ വീടെത്തി. ഇതാണ് എൻ്റെ വീഡിയോ തീർന്നു കേട്ടോ. എന്നെ ഇത്രയും നേരം സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി എൻ്റെ വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ ഒത്തിരി ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇപ്പം തൽക്കാലം ഞാനിവിടെ എൻ്റെ വ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.